ദൈവഭക്തനാണ്, ദൈവവിശ്വാസിയാണെന്നോ? അതെ, ഓഫ് കോഴ്സ് ഞാനൊരു ആ ദൈവം എന്നുള്ളതിൻ്റെ വ്യാഖ്യാനം വേറെ വരും. പക്ഷേ ഐ തിങ്ക് ദാറ്റ് എവറിത്തിങ് ഈസ് എഞ്ചിനീയർഡ് ബൈ സംബഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശ്വാസമായിരിക്കും. ഇവിടുന്ന് നിങ്ങളെ 9 മണിക്ക് ഞാൻ കാണാമെന്നേ പറയുന്നുള്ളൂ. നാളെ കാണുന്നു എന്ന് ഞാൻ നിങ്ങളോട് വാക്ക് തന്നിട്ട് പിറ്റേ ദിവസം രാവിലെ 9 മണിക്ക് കാണണം എന്നുള്ള ആഗ്രഹം വെച്ച് എത്ര ശ്രമിച്ചാലും 9 മണിക്ക് എത്താൻ എനിക്ക് വിധിയുണ്ടെങ്കിലേ കാണുമെന്ന് കരുതി ഞാൻ. അപ്പോൾ വിധിയിലും ദൈവത്തിലും വിശ്വസിക്കുന്നു? ഉറപ്പായിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഈ ശബരിമല യുവതീ പ്രവേശനത്തിൽ എന്താണ് അഭിപ്രായം? അല്ല, അത് ഞാൻ തൊടുന്നില്ല. ഒരുപാട് പേര് കടിച്ച കമ്പായതുകൊണ്ട് ഇനി ഞാൻ എൻ്റേതായ അഭിപ്രായം ഇത് കുറവാക്കുന്നില്ല. ഞാൻ നിങ്ങളത് പറഞ്ഞല്ലോ, ഈ ഒറ്റ കാര്യം നാരായണ ഗുരുദേവനാണ് പറഞ്ഞെന്നാണെന്ന് വിശ്വാസം തെറ്റാണ്, തിരുത്തണം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അവനവന് സുഖത്തിന്, അതാ പറഞ്ഞത് നാരായണ ഗുരുദേവനല്ലേ? ആണെന്ന് എൻ്റെ ഓർമ്മ. അതാണ് നമ്മൾ അനുവർത്തിക്കേണ്ടത്. എൻ്റെ പാട്ട് നല്ലതാണെന്ന് എനിക്ക് തോന്നാം ആണെങ്കിൽ നിങ്ങൾ സ്വയമായിട്ട് കഥ കടിച്ചിരുന്ന് പാടി ആസ്വദിക്കൂ. അതല്ല, ഞാൻ പാടുന്നത് നിങ്ങൾക്ക് ആസ്വാദ്യകരമാണെന്ന് ബോധ്യമാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പാടും. കർണകഠോരമായ ശബ്ദത്തിൽ ഞാൻ പാടരുത്. എൻ്റെ പാട്ട് മിനിമം കേട്ടിരിക്കാൻ കൊള്ളാമെന്നുള്ള ബോധമുള്ളതുകൊണ്ടാണ് ഞാൻ വേദിയിൽ പാടുന്നത്. അല്ലെങ്കിൽ ഞാൻ പാടത്തില്ല. ഒരു താളവും ശ്രുതിയും ഒന്നും ഇല്ലാത്തടത്താണ് ഞാൻ പാടുക എന്ന് പറയുന്നത്. നമ്മുടെ ആശയങ്ങൾ സമൂഹത്തിന് ഉതകുന്നതാണോ അല്ലയോ എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കണം. അങ്ങനെ ചെയ്താൽ വലിയ കുഴപ്പം വരരുത്. അതല്ല ചെയ്യുന്നത്. തോന്നിയ ഞാൻ ശരി എന്ന മട്ടിലാണ് എല്ലാവരും ജീവിക്കുന്നത്. അവിടെ ഒരു ഉഭയകക്ഷി ചർച്ച എന്ന സംഭവം വരുന്നില്ല. അത് ദാമ്പത്യത്തിലൊന്നും വരുന്നില്ല. അതിൻ്റെ പേരിൽ നിങ്ങൾ നോക്കണം എന്തെല്ലാം ക്രൂരമായ അനുഭവങ്ങളെന്നും പത്രത്തിൽ വായിക്കുന്നത് ഈ ധാരണക്കുറവുകൊണ്ടാണ്. മീറ്റു മൂവിനെ കുറിച്ച് എന്താണ് സാറിൻ്റെ അഭിപ്രായം? അത് ഞാൻ ഒരിക്കൽ എഴുതിയതാണ്. അത് ഞാൻ ഇതേപോലെ യൂട്യൂബിലാണ് സംശയമുണ്ട്. എഴുതാൻ നേരത്തെ എൻ്റെ മക്കളൊക്കെ പറഞ്ഞു, അച്ഛൻ ഇങ്ങനെ എഴുതിയ ആൾക്കാർ ഇത് പറയുന്നത് ഒന്നുമില്ല, എന്തോന്ന് മീറ്റു ഒന്നുമില്ല. ആ മീറ്റു കൊണ്ട് ആകെ ഒരു പ്രയോജനമുണ്ട്, ഒരു മന്ത്രിയുടെ കസേര കളഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതിനകത്ത് ഇത് തമാശ. പണ്ട് യേശുദേവൻ പറഞ്ഞില്ലേ, നിങ്ങളിൽ പാപം ചെയ്യാത്തോ, അത്രയേ ഉള്ളൂ സംഭവം. അതിനകത്തെല്ലാം ഉണ്ട്. തൽക്കാലം മീറ്റുവിൽ പുറത്ത് വയ്ക്കുന്ന സംഭവം കാണുമ്പോൾ സാറ് ഒരു വീഡിയോയിൽ തന്നെ ഞാനത് കണ്ടായിരുന്നു, യൂട്യൂബിൽ തന്നെയാണെന്ന് തോന്നുന്നു. ഈ മനഃപൂർവ്വമായ ചില കരിവാരി തേക്കലുകൾ ഇതിൻ്റെ പേരിൽ നടക്കുന്നുവെന്നും അതും ഉണ്ടല്ലോ, ഉണ്ടാകാമല്ലോ. ഇപ്പോൾ അത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മുടെ ഭരണഘടനയിലും ഉള്ള പ്രോബ്ലം എന്താ വെച്ചാൽ, ഒരു പെൺകുട്ടി ഒരു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് മാൻ അതായത് ഈ കംപ്ലയിൻറ്റ് കൊടുത്തിരിക്കുന്നത് എഗൈൻസ്റ്റ് എക്സ് ഓർ വൈ ഓർ ഇസഡ് അദ്ദേഹത്തിൻ്റെ പ്രശ്നമല്ല. ഭരണഘടനാപരമായിട്ട് എല്ലാവരും തുല്യരാണ്. ഒരു അന്വേഷണമെങ്കിലും നടത്താൻ പോലീസ് ഉദ്യോഗസ്ഥൻ ബാധ്യസ്ഥനാണ്. ആ അന്വേഷണം മതി ഇവൻ്റെ ജീവിതം തുലയ്ക്കാൻ. കോടതിയിലൊന്നും പോകണ്ട, അയാൾ നിരപരാധി നടന്ന് പിന്നെയാണ്. പക്ഷേ ഈ മുദ്ര കുത്തുന്നവർ ആ കുടുംബം തീർന്നു നോക്കണം. ഞാൻ അതുകൊണ്ടാണ് തീർത്തത്. വളരെ സൂക്ഷിച്ചൊക്കെ. അതാണ് ഇതെല്ലാം ഹൈപ്പറാണ്. എല്ലാവരും എന്താ പറയുക, അങ്ങ് വിൽക്കുക. അതായത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി അങ്ങേ ഏറ്റവും കൂടി എന്ത് വേണമെങ്കിൽ പറയാമെന്നൊരവസ്ഥ ഇപ്പോൾ ആയിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അത് വളരെ ദുഃഖകരമാണെന്ന് എനിക്ക് പറയാനുള്ളത്. മലയാള സിനിമയിലേക്ക് തന്നെ വീണ്ടും വരാം. മലയാള സിനിമയ്ക്ക് ഒരു പിടി മികച്ച അഭിനേത്രികളെ സംഭാവന ചെയ്തിട്ടുള്ള ആളാണ്. ഇതിൽ അതായത് ശോഭന, പാർവതി, ലിസി, അങ്ങനെ ഒരുപാട് പേര്, കാർത്തിക, ഒരുപാട് പേര്. ഇതിൽ ബാലചന്ദ്ര മേനോൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നായിക അതാണ്. ഞാനതിലേക്ക് എന്താ പറയാം, ഇത് എൻ്റെ യൂട്യൂബിൽ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒരു പ്രോഗ്രാമാണ്. ഞാൻ ഇന്ന് വരെ ഇതെങ്ങും പറഞ്ഞിട്ടില്ല. നിങ്ങളെല്ലാവരും ചോദിച്ചാൽ ബാലചന്ദ്ര മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് നായികമാരെ സംഭാവന ചെയ്യാനുള്ള ഒരാളെന്ന രീതിയിൽ എന്നെ വിശേഷിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല. അത് ഞാൻ പറയുന്നത്, അവർ വന്നു, അവരവരുടെ ജോലി ചെയ്തു, അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു, അവരെ നിങ്ങൾ ഇഷ്ടപ്പെട്ടു. ബാലചന്ദ്ര മേനോൻ അവതരിപ്പിച്ചു എന്നുള്ളതുകൊണ്ടല്ല അവർ ഇഷ്ടപ്പെട്ടത്, അവർ നന്നായി ചെയ്തുകൊണ്ട് തന്നെയാണ്. ഉറപ്പാണല്ലോ. അവരെ എൻ്റെ പടത്തിലൂടെ വന്ന് അവരെ നിങ്ങൾ നെഞ്ചിലേറ്റി. എനിക്കായുള്ള സന്തോഷം അവർ സുഖമായിട്ട് കഴിയണം എന്നുള്ളതാണ്. പക്ഷേ ഇവരെ എങ്ങനെയാണ് ഞാൻ കൊണ്ടുവന്നത്, ഞാൻ എന്തെല്ലാമാണ് അവർക്ക് വേണ്ടി ബുദ്ധിമുട്ടിയത്, ഞാൻ നേരിട്ട പ്രതിസന്ധികൾ, ഇതെല്ലാം എൻ്റെ ഈ ഫിലിമി ഫ്രൈഡേസിൽ വരും. എന്നാലും ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്നതിലല്ലെങ്കിലും ഒരു അളവുകോൽ എവിടെയെങ്കിലും കാണത്തില്ലേ ഏതിൻ്റെ ഈ ഒരു നായികമാരിൽ ഇത്രയും പേരിൽ? അല്ല, അത് ഒരു അമ്മയോട് ചോദിക്കുന്ന ചോദ്യം മാതിരിയാണ്. അവരുടെ തുടക്കം മുതൽ അതെ, അത് ഞാൻ. പക്ഷേ ഒരു കാര്യം ഓർക്കുക നിങ്ങൾ, ഞാൻ ഏകനാണ്, ഞാൻ ഒറ്റയ്ക്ക് മാറി നടക്കുന്ന ആളാണ്. ഏതെങ്കിലും ഒരു നായികയെ ഞാൻ പിന്നീട് രണ്ടാമത് പടത്തിലിട്ടായിട്ട് കണ്ടിട്ടുണ്ടോ? ശോഭന പിന്നെ ഏതെങ്കിലും പടത്തിൽ വന്നോ? ഇല്ല. ഞാൻ ഡയറക്റ്റ് ചെയ്ത പടത്തിൽ ഇല്ലല്ലോ. കാർത്തിക് വന്നോ? വന്നില്ലല്ലോ. നന്ദിനി വന്നോ? വന്നില്ലല്ലോ. ആനി വന്നോ? എന്തുകൊണ്ട്? അതിൻ്റെ ഉത്തരം ഫിലിമി ഫ്രൈഡേസ് പറയും. ഈ മലയാള സിനിമാ സംഘടന അമ്മയിലേക്ക് വരാം. അമ്മയുടെ തുടക്കം കണ്ട ആളാണ്. അതെ. ഞാൻ എന്താ അറിയാം, ഒന്നും തോന്നരുത്. ഞാൻ ഈ എന്താ പറയുക, ഞാൻ പറയാം, ഈ റിട്ടയർ ചെയ്ത എഞ്ചിനീയർമാർ അന്ന് പ്രഗത്ഭന്മാരെ എഞ്ചിനീയർമാർ, അവർ പണിത ഒരുപാട് പാലങ്ങളുണ്ട്. ഈ പാലത്തിൽ കൂടെ ട്രെയിനൊക്കെ പോകുമ്പം ഇയാൾ വയസ്സായിരിക്കും.
ഈ പാലമൊക്കെ ഞാൻ പണിഞ്ഞതാ എന്ന് പറയുന്ന ഒരു ശൈലി മലയാളിക്കുണ്ട്. ഈ പാലം ഞാൻ പണിഞ്ഞതല്ലേ, അല്ലെങ്കിൽ കോൺട്രാക്റ്റായി ഇവിടുത്തെ FCIയുടെ ഗൗരവം ഞാൻ പണിഞ്ഞതാണ്, അർത്ഥമില്ല. അമ്മയുടെ തുടക്കക്കാരൻ എന്ന് പറഞ്ഞാൽ തുടക്കക്കാരൻ ഞാൻ തന്നെയാണ്, എന്ന് വെച്ചാൽ കൂട്ടത്തിലുണ്ട്. എൻ്റെ മുറിയിൽ വെച്ച് 501 റൂമിൽ വെച്ചാണ് അമ്മയെന്ന് പറയുന്ന ഒരു സംഗതിയുടെ ഒരു ബീജാപം നടക്കുന്നത്. അന്ന് ഞാനല്ല തുടങ്ങിയത്, എൻ്റെ സുഹൃത്തായിരുന്ന വേണുനാഗുള്ളിയാണ് മുരളിയും വിളിച്ചുകൊണ്ട് എൻ്റെ മുറി വരുന്നത്. ഓക്കെ, അങ്ങനെ തുടങ്ങിയതൊക്കെയാണ്. അതിലൊന്നും എനിക്ക് അവർ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മുമ്പോട്ട് പോയി. ഈ ഒരുപാട് മുമ്പോട്ട് പോകാന്ന് വെച്ചാൽ കുറേ കാശ് ഉണ്ടാക്കുക എന്നുള്ളതല്ല മുമ്പോട്ട് പോകാന്ന് വെച്ചാൽ, അതിലുള്ള ഓരോ മെമ്പറുമായിട്ടും ഹാർദവമായൊരു ബന്ധം ഉണ്ടാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം. അത് പലപ്പോഴും സാധിക്കാറില്ല. കാരണം എന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ അത് വളരെ വിപുലമായൊരു സംഘടനയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ ഞാനതിൽ കാര്യങ്ങളൊന്നും ഞാൻ ഒരു തവണ സെക്രട്ടറി ആയിരുന്നു 6 മാസം എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സമാന്തരം എടുക്കാൻ പോയി സിനിമ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് അന്നാണ് ശിവാജി ഗണേശന്, അദ്ദേഹം അന്ന് ഇവിടെ മസ്കറ്റ് താമസിച്ചത്, ഫൽക്കെ അവാർഡ് കിട്ടിയിട്ട് ആദ്യം സ്വീകരണം കൊടുത്തത് നമ്മളാണ്, തമിഴ്നാട്ടിലല്ല, അമ്മയാണ്. അന്ന് വേദിയിൽ നിന്നുകൊണ്ട് ഐ ആം താങ്ക്ഫുൾ ടു യു മേനൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കണ്ണ് നിറഞ്ഞ് സംസാരിച്ച് എനിക്കിന്ന് ഓർമ്മയുണ്ട്. അപ്പോൾ അംഗസംഖ്യ വർദ്ധിക്കുമ്പം ഇതിൽ രാഷ്ട്രീയം വരും, ഇത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ എനിക്ക് റോസസ് ദ ഫാമിലി ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഒരു കുടുംബ സംഘടനയാണ്, തിരുവനന്തപുരത്ത് തുടങ്ങി 27 വർഷം മുമ്പ്. നിങ്ങൾ ഇത് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതുവരെ അറിഞ്ഞു കാണത്തില്ല. കാരണം പബ്ലിസിറ്റി ഞാൻ കൊടുക്കാറില്ല, എനിക്ക് പബ്ലിസിറ്റി വേണ്ട. മലയാള സിനിമയിൽ കുടുംബ സിനിമയിലാണ് എടുത്തതെങ്കിൽ ജീവിതത്തിൽ വന്നപ്പം ഞാനൊരു കുടുംബ ക്ലബ്ബാണ് ഉണ്ടാക്കിയത്, അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ. അവിടെ ഞങ്ങൾ 50 ഫാമിലിക്കപ്പുറം കൊടുക്കുകയില്ല. അല്ല, ഓരോരുത്തർക്ക് 25 ഫാമിലി, 20 ഫാമിലി, 30 ഫാമിലി. എന്താ വെച്ചാൽ കൊടുക്കാൻ അതിന് എൻട്രൻസ് ഫീ ഒന്നുമില്ല. ഒരു മാസത്തിൽ ഒരു ദിവസം ഞങ്ങൾ കുടുംബമായിട്ട് ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിച്ച് ഒരു കൂട്ടായ്മയുടെ സന്തോഷം ആസ്വദിക്കും, ഇത്രേ ഉള്ളൂ. അതിലെന്തുകൊണ്ട് കൊടുക്കുന്നില്ല? ഇതിന് നമ്മൾ കമേഴ്ഷ്യലൈസ് ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയാൽ എൻ്റെ കൈ നിൽക്കില്ലത്, ആരും അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ. അതുകൊണ്ടാണ് ചുരുക്കിയത്. അതുപോലെ അമ്മയ്ക്ക് ചുരുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അമ്മ വളരെ വലുതായി, അമ്മ ഹാസ് ഗ്രോൺ സോ ബിഗ്. അപ്പോൾ അമ്മയുടെയും കഥകളുണ്ട് യഥാർത്ഥത്തിൽ. അതും ഈ പോകുന്ന വഴിക്ക് ഞാൻ ഈ ഫിലിമി ഫ്രൈഡേസ് വരുമ്പോൾ നിങ്ങൾ ചോദിച്ചില്ലേ ഇതിൻ്റെ തുടക്കം എങ്ങനെയാണ് ഇത് വർദ്ധിച്ചു വരുന്നത്, അന്ന് ഇതിനെ എതിർത്തിരുന്ന ആൾക്കാർ, ഇതെല്ലാം ഇപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ല, എന്നാലും അതിലിപ്പോൾ ഇടയ്ക്ക് തന്നെ ഒരു പരാമർശം നടത്തി, അതായത് എനിക്ക് തോന്നുന്നു 2017 തോന്നുന്നു സാർ പറഞ്ഞത്. ഇപ്പോൾ അത് നമ്മുടെ നടിയുടെ ഇഷ്യൂ വരുന്ന സമയത്ത് ചെണ്ടയായി മാറിയിരിക്കുന്നു അമ്മ. ആർക്കും തട്ടാം. ഇപ്പോൾ ഇവരൊക്കെ ഒരു അഭിപ്രായം പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ അമ്മ എന്ന് ഞാൻ അദ്ദേഹത്തിന് അമ്മ എന്നുള്ള പേര് വരാനുള്ള ഒരു മൂല കാരണം എന്ന് പറഞ്ഞാൽ ഞാനാന്നുള്ള കാര്യം എഞ്ചിനീയറുടെ സ്വഭാവമല്ല, ഞാൻ പണിഞ്ഞ പാലാമെന്ന് പറയുകയല്ല, ആണ് അല്ലേ, എതിർക്കട്ടെ. പിന്നെ എനിക്കിതിൻ്റെ പേരിൽ അതിന് വേറൊരു കാര്യം ഞാൻ പറയും. മലയാള സിനിമയിൽ അമ്മയേക്കാൾ മുമ്പ് ജനിച്ചത് ഞാനാണ്. മലയാള സിനിമയിൽ അമ്മയേക്കാൾ മുമ്പ് വന്നത് ബാലേന്ദ്രമേനൻ വന്നിട്ട് അമ്മയുണ്ടായത്. അപ്പോൾ അതിനൊക്കെ ബാലേന്ദ്രമേനേക്കാൾ വലിയ അമ്മ എന്ന് പറഞ്ഞ സാധനം എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ. അത് എനിക്ക് എവിടെയും ഞാൻ പറയാറുള്ള കാര്യമാണ്, എനിക്ക് പറയാൻ യാതൊരു ഭയമില്ല. അതുകൊണ്ട് ഒരു അമ്മ നല്ല കാര്യമുണ്ടോ, ഞാൻ ഒരിക്കലും അമ്മയ്ക്കെതിരൊന്നുമല്ല. എനിക്കതിൽ ആക്റ്റീവായിട്ട് പങ്കെടുക്കാൻ പിന്നെ പറ്റിയിട്ടില്ല. പിന്നെ വന്ന ആൾക്കാരത് കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അവർക്ക് അവരുടെ കോൺസെപ്റ്റുകൾ മാറി, അവരുടെ ഈ ദുബായ് ഷോ അതിനൊക്കെ പോകാൻ പലപ്പോഴും എനിക്ക് പറ്റാറില്ല. അപ്പോൾ അങ്ങനെ നമ്മുടെ അത്തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ കുറയുമ്പം നമുക്ക് പറയാനുള്ള അവകാശവും കുറയും. അതുകൊണ്ട് പിന്നെ നമുക്ക് അന്യായമായിട്ട് കാണുന്ന കാര്യം പറയാൻ ഏത് പൗരനും സ്വാതന്ത്ര്യമുണ്ട്. തുടക്കക്കാരൻ അല്ലെങ്കിൽ ആ ഒരു പ്രാരംഭഘട്ടം കണ്ടയാളെന്നുള്ള രീതിയിൽ ഇപ്പം പല ചർച്ചകളും വന്നു, അമ്മ പുലർത്തണം, അമ്മയല്ലാതെ അമ്മ എന്ന് വാക്ക് തന്നെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ. അതെന്താ നമ്മുടെ സമൂഹത്തിൻ്റെ സ്വഭാവമല്ലേ. ഇപ്പോൾ ഒരു എഴുത്തുകാരൻ ഞാനിപ്പോൾ എഴുതുന്ന ഒരു കഥയിലൊരു സന്ദർഭത്തെ ഞാൻ എഴുതുമ്പോൾ എന്താണ് ഉദ്ദേശം, അതല്ലല്ലോ വ്യാഖ്യാനിക്കാൻ നിങ്ങൾ കാണുന്നത്, ഓരോരുത്തർ കാണും. അതുകൊണ്ട് അതിപ്പോൾ അമ്മ എന്ന് പറയുന്ന ഒരു സംഘടന മലയാള സിനിമയിലുള്ളതുകൊണ്ട് നല്ലതേ ഉള്ളൂ. ഞാൻ സെക്രട്ടറി ആയിരുന്ന ഒരു വർഷമായിരുന്നു ഏറ്റവും കൂടുതൽ മരണങ്ങൾ സംഭവിച്ചത്. എത്ര മരണത്തിന് ഞാൻ പോയി എന്ന് എനിക്കറിയാം, സത്യം പറഞ്ഞാൽ. ആ സമയത്ത് രാജൻ പി ദേവ്, മീനാമ്മ അവരൊക്കെ മരിച്ച ആ സമയത്താണ്. ഉത്തരവാദിത്തമുള്ള സംഗതിയാണ്. പിന്നെ എത്രയോ പേർക്ക് അവർ ഈ പറഞ്ഞതൊക്കെ പ്രതിമാസ കൈനീട്ടം ഞാൻ വാങ്ങിക്കാറില്ല, വാങ്ങിച്ചിട്ടില്ല, പക്ഷേ അവർ കൊടുക്കുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമല്ലേ. അപ്പോൾ അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം. അതൊരു തെറ്റൊന്നും. ഇപ്പോൾ അവർ സ്വന്തമായിട്ട് ബിൽഡിംഗ് വാങ്ങിച്ചു. അപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേഷനുണ്ട്, എല്ലാ കാര്യം ഞാൻ അറിയും, ഞാൻ തിരിച്ചും അതുപോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. പിന്നെ അമ്മയെ തകർക്കണം എന്നൊക്കെ പറയുന്നതൊക്കെ അതൊന്നും ശരിയല്ല, സമീപനമേ ശരിയല്ല. പിന്നെ ഒരു താരം കാണിക്കുന്ന അഹന്തയ്ക്കോ അറിവില്ലായ്മയ്ക്കോ അമ്മയെ കുറ്റപ്പെടുത്തരുത്. അതിൽപ്പെട്ട ഒരു താരം പുറത്തിറങ്ങിയിട്ട് ഒരാളെ തെറി വിളിച്ചുകൊണ്ട് അമ്മ മോശമെന്ന് പറയുന്നത് എങ്ങനെയാണ്? അമ്മയിൽ യോഗ്യന്മാരായ ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ വനിതാ കൂട്ടായ്മയുടെ ആവശ്യമുണ്ടോ? അല്ല, അതൊക്കെ ഈ പറഞ്ഞ ഓരോ കാര്യത്തിൽ എന്താ പറയുക, ഇതിൻ്റെ ഒന്ന് മൂല കാരണമെന്ന് പറയുന്നത് ആർക്കും അറിഞ്ഞുകൂടുക, എന്തിനിതുണ്ടായി. അത് പറഞ്ഞാൽ വലിയ വിഷയമാണ്. അല്ല നമുക്ക് പുറത്ത് അതായത് സിനിമാക്കാർ അല്ലാതെ പുറത്ത് നിൽക്കുന്ന ആൾക്ക് ഈ സംഘടനയെ
അങ്ങനെ പുറത്ത് ഇറക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഈ അകത്ത് തന്നെ ഒരു ഇന്റേണൽ പൊളിറ്റിക്സ് അല്ല, അത് ഇതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ പറഞ്ഞ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മഹാത്മാഗാന്ധിയും നാരായണ ഗുരുദേവനെ നോക്കിയ നാടാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞുകൊണ്ട് നന്നാൻ പോകുന്ന കാര്യമല്ല, അതിൻ്റെ അല്ല. പക്ഷേ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന എന്താ പറയുന്നത് ആശയക്കുഴപ്പങ്ങൾ എല്ലായിടത്തും ഉള്ളപ്പോൾ ഉണ്ടായേക്കാം. അതല്ലാതെ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അംഗവൈകല്യമുള്ള ആൾക്കാർ താമസിക്കുന്ന കേൾക്കണം, അംഗവൈകല്യമുള്ള ആൾക്കാർ താമസിക്കുന്ന ഒരു കെട്ടിടത്തിൽ ഒരാൾ ഒരു വീൽ ചെയർ കൊണ്ട് കൊടുത്തു, തെറ്റാണോ? നിങ്ങൾ ആ വീൽ ചെയറിൻ്റെ മൂലയിലുള്ള ഉണ്ട ശരിയല്ല, അത് തുരുമ്പിച്ച് സെപ്റ്റിക്കായി ചത്തു എന്നൊക്കെ വിമർശിക്കുന്നത്. ആ വീൽ ചെയറാണ് അമ്മ എന്ന് കരുതിക്കൊള്ളൂ. പ്രയോജനമുണ്ടോ നോക്കിയാൽ അത്രേ ഉള്ളൂ. കാരണം എന്തുകൊണ്ടാണ് വികലാംഗം പറയാൻ കാരണം സ്ഥിരമായ വരുമാനം കിട്ടുന്ന ഒരു ഇൻഡസ്ട്രി അല്ല സിനിമ. നിങ്ങൾ മനസ്സിലാക്കണം, താരങ്ങളുടെ പേരല്ല സിനിമയുടെ. സിനിമ കൊണ്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഒരു ദിവസം ഇത്ര രൂപ ബാറ്റ കിട്ടിയാൽ കഴിയുന്ന ആൾക്കാർ, ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നവർ, ജൂനിയർ ആർട്ടിസ്റ്റുകൾ എന്ന് വിളിക്കണം നമ്മുടെ ആൾക്കാർ, ഇവരെല്ലാം അതുകൊണ്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ സുരക്ഷിതത്വമില്ല. അങ്ങനെയുള്ള ആൾക്കാർക്ക് അവർ പിന്നെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലുള്ള പെൻഷൻ എന്നല്ല പറഞ്ഞ കൈനീട്ടം, അത് അവർക്ക് വലിയ തുകയാണ്. അവർക്ക് മരുന്നിന് എന്ത് ചെയ്യും? അപ്പോൾ അതൊക്കെ ചെയ്യുന്ന അമ്മയെ നമ്മളെന്തിനാ മോശമായിട്ട് പറയേണ്ട ആവശ്യം ഇല്ല. അതിലുള്ള വ്യക്തികൾ അവരെപ്പറ്റി നമുക്ക് പറയാം. അവർ ചെയ്യുന്നത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് പറയാം, സ്വാതന്ത്ര്യമുണ്ട്, തിരുത്താനും പറ്റും. പക്ഷേ ഇതിൻ്റെയൊക്കെ ചുറ്റുവട്ടത്തിൽ അതിനകത്ത് പിന്നെ അമ്മ ഫുട്ബോൾ കളിക്കാൻ പോകുന്നതും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതല്ല അമ്മ ഉദ്ദേശിക്കുന്നത്. അവിടെയാണ് ഈ കമേഴ്ഷ്യലൈസേഷൻ വരുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ടാണ് റോസസ് ക്ലബ്ബിൽ ഞാൻ എൻ്റെ കുടുംബത്തിൽ കൂടുതൽ കൊടുക്കാത്തത്. അത് വന്നാൽ അതിൻ്റെ ഉദ്ദേശങ്ങൾ മാറും. അപ്പോൾ അവിടെയുള്ള ആൾക്കാർ ചേർന്നൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് പ്ലാൻ ചെയ്യും, അതിൽ കച്ചവടം വരും. അത് വരാതെ പോയാൽ അമ്മ നന്നായിരിക്കും എന്നുള്ള അഭിപ്രായം തന്നെയായിരിക്കും. മലയാള സിനിമയിൽ ഞാനൊരു സാറൊരു മഹാബലിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ബാലചന്ദ്രൻ മേനോൻ മഹാബലിയാണ്? അതായത് സാറ് വന്നതിന് ശേഷം വന്ന പല നടന്മാരും ഇന്ന് ഇപ്പം സിദ്ദീഖായിട്ട് വിജയരാഘവനായിക്കോട്ടെ, ഇവരെല്ലാം ഇന്ന് മലയാള സിനിമയിലെ ഒരു അവിഭാജ്യ ഘടകങ്ങളാണ്. ബാലചന്ദ്രൻ മേനോൻ എന്തുകൊണ്ട് മഹാബലിയാവുന്നു? മഹാബലി അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞത് ഇപ്പം ഇന്നലെ നിങ്ങൾ പറഞ്ഞുകൊണ്ടേ പറയാം. ഇന്നലെ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സുഹൃത്ത് ഇപ്പോഴത്തെ ഒരു പ്രബലനായ സംവിധായകൻ്റെ പടത്തിലേക്ക് എന്നെ വിളിക്കുന്നു. അപ്പോൾ ഇവിടെ ക്ലൈമാക്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എഴുതി വന്നപ്പോൾ അതിനകത്ത് നല്ല ക്യാരക്ടർ ക്ലൈമാക്സിലേക്ക് വന്നു. അപ്പം ഞാൻ പുള്ളിയുടെ നിങ്ങൾ എന്നെ വെച്ച് മുമ്പ് പടം വർക്ക് ചെയ്യാനാണുള്ളത്. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ ഒരു പെട്ടി പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയല്ല, ടൂത്ത് ബ്രഷും പേസ്റ്റും ഒക്കെ ആയിട്ട്. എവിടുന്നാണ് കാൾ വരുന്നത് ഉടനെ പോകും അഭിനയിക്കുക, അങ്ങനെ നാട്ടക്കാരനല്ലേ ഞാൻ ഇതുപോലെ എപ്പോൾ ഇതും പറയാം. വേറൊന്നുണ്ട്, നിങ്ങൾ ഒരു കാര്യം എന്നെ നിങ്ങളൊരു പകരക്കാരനായി കാണണ്ട. നിങ്ങൾ പേനയെടുത്ത് കഥ എഴുതുന്ന സമയത്ത് എൻ്റെ മുഖം വന്നെങ്കിൽ എന്നെ വിളിക്കാവൂ. ഞാൻ ചോദിക്കുന്ന പ്രതിഫലം അത് ചെറുതോ വലുതോ എന്നുള്ളത് നിങ്ങൾ ചോദിച്ചോളൂ. അത് ന്യായമായി എനിക്ക് കിട്ടണം. എൻ്റെ കിട്ടാവുന്ന കംഫർട്ട്സ് എനിക്ക് തരണം. ഇതിൻ്റെ ഡയറക്ടറോ കഥാകൃത്തോ വന്ന് എന്നോട് ആ പടത്തെപ്പറ്റി പറയണം. ഇപ്പം ഞാൻ സത്യനന്ദിക്കാടിൻ്റെ പടത്തിലായാലും ജിത്തു ജോസഫിൻ്റെ അടുത്ത ജിത്തു ജോസഫും ഇവരും എല്ലാം എന്നെ നേരിട്ട് വന്ന് കണ്ട് എന്നെ കൺവിൻസ് ചെയ്തുകൊണ്ട് ആ പടത്ത് ഞാൻ പോകുന്നത്. അത്രയും വൃത്തി ഞാൻ പ്രതീക്ഷിക്കുമ്പം എനിക്ക് മലയാള സിനിമയിലൂടെ പടരാൻ താല്പര്യമില്ല. എൻ്റെ താല്പര്യം നോക്കേണ്ട കാര്യം അവർക്കുമില്ല, അതും എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പകരക്കാരനാകാഞ്ഞത്. അപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത വേഷങ്ങൾ മിനിമം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ മലയാള സിനിമയ്ക്ക് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ സേവനം എന്ന് പറയുന്നത് ഞാൻ മലയാള സിനിമയെ ഉപേക്ഷിച്ച ചിത്രങ്ങളാണ്. എത്രയോ വൃത്തികെട്ട കഥാപ്രമേയം വന്നായിരുന്നു ഞാൻ അഭിനയിച്ചിട്ടില്ല. അഭിനയിച്ചിരുന്നതിന് കാശുണ്ടാക്കാമായിരുന്നു, ഞാൻ ആ കാശ് വാങ്ങിയിട്ടില്ല. മനസ്സിലായില്ലേ? പിന്നെ ഓരോരുത്തർക്കും ഉള്ള പോലെ ഓരോ പിന്നെ ജീവിത രീതികളും വിശ്വാസങ്ങളും നമുക്കുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ സോപ്പ് കുടിച്ചിട്ട് ഇതാണ് എൻ്റെ സൗന്ദര്യം, അല്ലെങ്കിൽ ഈ ചായയാണ് എൻ്റെ കുടുംബത്തിലെ. എനിക്ക് കുടുംബ സിനിമകളെടുത്ത സമയത്തൊക്കെ എന്തുമാത്രം ചായ പിന്നെ സോപ്പ് എന്നിട്ട് അത് കുടുംബാന്തരീക്ഷത്തിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പ്രവാചകനായിട്ട് എത്ര പേരെ എന്നെ സമീപിച്ചത്. ഐ കുഡ് ഹാവ് മെയ്ഡ് മണി. ഞാനിത് ചെയ്യാറില്ല. അമിതാഭ് ബച്ചൻ ചെയ്യുന്നുണ്ട്. എനിക്കതിലെതിരില്ല. എനിക്ക് വയ്യ. അങ്ങനെയുള്ള ചില ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ മഹാബലിയായിട്ടിരിക്കുന്നത് എനിക്കിഷ്ടം. നമുക്ക് രാഷ്ട്രീയത്തെക്കുറിച്ചാണ്, അതായത് സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിനെക്കുറിച്ച്. ഞാനിപ്പോൾ ഇന്നലെ വന്ന വാർത്തയാണ്. സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് മത്സരിക്കുന്നു, ഇന്നസെൻ്റ് ചാലക്കുടിയിലേക്ക്, കൊല്ലത്ത് MLA ആയിട്ട് മുകേഷുണ്ട്. സിനിമാ താരങ്ങൾക്ക് സിനിമയിൽ അഭിനയിച്ചാൽ പോരെ എന്ന് തോന്നുന്നുണ്ടോ? അതില്ല, അതിൻ്റെ കാലം പോയി. അല്ല, ഞാൻ ചോദിച്ചത് സിനിമാ താരങ്ങൾക്ക് സിനിമയിൽ തന്നെ അതെ, അതായിക്കോട്ടെ. പക്ഷേ അത് നമുക്ക് ഒന്നിനും അങ്ങനെ നമ്മുടെ ഭരണഘടന അനുശാസനം എന്താണ്? അപ്പോൾ തിരിച്ച് ഞാൻ ചോദിക്കും, ഒരു മന്ത്രിയാണെങ്കിൽ മിനിമം SSLC പാസ്സാവണ്ടേ? അതില്ലല്ലോ ഇവിടെ. ഒരു മന്ത്രിയാകണമെങ്കിൽ SSLC പോലും പാസ്സാകണം നിയമമില്ലാത്ത രാജ്യത്ത് സിനിമാക്കാരെ നമ്മൾ തടയുന്ന സിനിമാക്കാരിലെല്ലാവരും ഇപ്പോൾ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് കൂടുതൽ. അല്ല, ഞാൻ പറയുക. അപ്പോൾ അതുകൊണ്ട് അത് കാര്യമില്ല.
രാഷ്ട്രീയപരമായിട്ട് പറയാം. 1984 ഏപ്രിൽ 18 സമയമാണ്. അന്ന് എനിക്ക് പത്മശ്രീ എന്ന് പറയുന്ന അംഗീകാരത്തിന് എന്നോട് അതിനെ പറഞ്ഞു. എനിക്ക് അങ്ങനെ ഞാൻ വന്നതെങ്കിൽ ഈ തലമുറയിൽ ആദ്യം പത്മശ്രീ വായിക്കേണ്ട ആളെ ഞാനാണ്. നടന്നില്ലല്ലോ. ഞാൻ ചോദ്യമല്ല, എനിക്ക് വ്യക്തമായ ഡീറ്റെയിൽസ് ഉണ്ട്. എനിക്ക് കിട്ടി 2007 കിട്ടി എന്നുള്ള സത്യം. പക്ഷെ അതുമായിരുന്നെങ്കിൽ ആദ്യം ഈ തലമുറയിൽ ആദ്യം വാങ്ങുന്ന ആൾ ഞാനായിരിക്കും. ഓക്കെ, ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ ഞാൻ തിരുവനന്തപുരം പാർലമെൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർലമെൻറ്റ് മണ്ഡലത്തിൽ MP ആയി മത്സരിക്കേണ്ട ആളാണ് ഞാൻ. ഇങ്ങോട്ട് ഓഫറാണ്. ഇതൊക്കെ ഞാൻ നമ്മുടെ എന്താ പറയുക, ഫിലിമി ഫ്രൈഡേസിൽ ആ സമയം വരുമ്പോൾ ഞാൻ പറയും. ഒരു പാർട്ടിയൊന്നുമല്ല, നല്ല ഡിമാൻഡായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് പോകാമായിരുന്നു. പക്ഷേ എനിക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു മഹാബലിയാണെന്ന് വിശ്വസിക്കുക, എനിക്ക് ആ രീതിയിൽ ഇരിക്കാൻ ഇഷ്ടം. കാരണം എനിക്ക് ഐ വാണ്ട് പീസ് ഓഫ് മൈൻഡ്. ഓരോരുത്തർക്കും ഓരോ താല്പര്യം കാണും. ഒരാളുടെ ആഗ്രഹം എനിക്ക് കോടികൾ സമ്പാദിച്ച് പറന്ന് നടക്കണം എന്നായിരിക്കും. എനിക്ക് കഞ്ഞിയും പയറും ഒക്കെ വെച്ച് നിലത്തിരിക്കാനായിരിക്കും ഇഷ്ടം. അതെൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ BMW കാറി വന്നാലും ഓട്ടോറിക്ഷ വന്നാലും ബാലേന്ദ്രവനാണ്. ആ വിശ്വാസം എനിക്കുണ്ട്. ഇന്നലെ ഞാൻ മത്സരിക്കാൻ പോകുന്നു. നമുക്ക് ഒരു ജന്മമേ ഉള്ളൂ. അതിനെ എങ്ങനെ നമുക്ക് ആസ്വാദ്യകരമായിട്ട് ചെയ്യാൻ പറ്റും, അതിന് മാക്സിമം ശ്രമിക്കുക. ആ പോളിസി ആയതുകൊണ്ട് സിനിമ ഒരിക്കലും, സിനിമയും കൃഷിയും, പണ്ട് ഞാൻ കൃഷി ചെയ്ത് കർഷകശ്രീ അവാർഡ് വാങ്ങിച്ചു. അന്ന് ഞാൻ പറഞ്ഞു ഞാൻ കൃഷി ചെയ്യുന്ന ബെൻസ് വാങ്ങിക്കാനല്ല, കൃഷിയിലുള്ള താല്പര്യമാണ്. ആ സമയത്ത് ആ ലോകത്തിലേക്ക് ഞാൻ പോകുക. അതൊരു പ്രാർത്ഥനയാണ്. ഒരു 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 ചെടി കൊണ്ട് നട്ട് അത് വളർന്ന് അതിൽ പൂവുണ്ടായിട്ട് ആദ്യത്തെ പൂ പറിക്കാൻ പറ്റുക. ഒരു കുളം കുഴിക്കുകയാണെങ്കിൽ അത് കുഴിച്ചു ആദ്യത്തെ ഡ്രോപ്പ് വാട്ടർ, അത് എനിക്ക് ഭ്രാന്തായിരിക്കും. പക്ഷെ ഞാൻ ആസ്വദിക്കുന്ന ആളാണ്. എൻ്റെ 2 മക്കളെയും പ്രസവിച്ചപ്പം നിർബന്ധമായിരുന്നു എനിക്ക്, ആ കുട്ടികൾ പ്രസവിച്ചാൽ ആദ്യം കാണുന്ന കണ്ണുകൾ എൻ്റെ ആയിരിക്കണം. അതിനും എനിക്ക് ഒരുപാട് ചലഞ്ചുകൾ നേരിടേണ്ടതെന്ന് ഞാൻ ഫിലിം ഫ്രൈഡേസിൽ പറയും. അതായത് വേറൊരാൾ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയെ കാണും. അത് വൃത്തിയായിട്ട കൊതിയാണ്. അങ്ങനെയുള്ള കുറേ കൊതികളിൽ എന്തോ ജീവിതം. അതായത് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇപ്പോൾ സാർ തന്നെ പറഞ്ഞു ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്, സ്വയം വെച്ചിട്ടുള്ള റെസ്ട്രിക്ഷൻ. അപ്പോൾ അതായത് നമ്മൾ ചെയ്യുന്ന എന്തുമായിക്കോട്ടെ അത് വളരെ നന്നായി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചത് അത് തന്നെയായിരുന്നു. ഇപ്പോൾ സിനിമാക്കാരൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സിനിമയും രാഷ്ട്രീയവും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ രണ്ടിലും ഒരു ആത്മാർത്ഥത അവിടെ ഇല്ലാതാവില്ല. അല്ല, അങ്ങനെ പറഞ്ഞൊരു കാര്യമില്ല. ഇപ്പം അതല്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരാളുടെ ഇപ്പോഴത്തെ വേ ഓഫ് ലൈഫ് ഓഫ് എ പേഴ്സൺ ചിന്തിച്ച് നോക്കൂ. ഒരു കാര്യം ചെയ്യുന്ന ആരുമില്ല. തുടക്കത്തിൽ ഞാൻ എൻ്റെ ചലച്ചിത്ര ജീവിതം ആരംഭിച്ച സമയത്ത് ഇവിടെ കുറേ നിരൂപകന്മാരുണ്ടായിരുന്നു. അവരെന്നെ എതിർത്തുനിന്ന് എന്തിനാണ് ഇങ്ങനെ അഭിനയിക്കുന്നത്, എന്തിനു കൊള്ളാമെന്ന് പറഞ്ഞ് എൻ്റെ ഉത്തരവാൻ പറഞ്ഞത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഡയറക്റ്റ് ചെയ്താൽ പോരെ, ഇവരാണ് ചെയ്യുന്നത്, ഇങ്ങനെ അഭിനയിക്കാൻ പോകുന്നത്. ഇന്ത്യയിലെ ബെസ്റ്റ് ആക്ടറാണ് ഒരു തവണയെങ്കിലും പറ്റുമോ എനിക്ക് ഒറ്റയ്ക്ക്? ആ ബെസ്റ്റ് ആക്ടറും പ്രത്യേക വിലയുണ്ടോ പിന്നെ പറയും, പറ്റിയല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞ് ഇപ്പം ആരെന്താ ചെയ്യാത്തത്? ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ മിനിമം എനിക്ക് 30% അറിയാവുന്നതായിരുന്നു. ഇപ്പോൾ അതിനും ഒന്നും ആർക്ക് വേണേൽ എന്ത് വേണേൽ ചെയ്യാം. മന്ത്രി കോർപ്പറേഷൻ തൂക്കുന്നു, മന്ത്രി മാജിക് ചെയ്യുന്നു, എന്തൊക്കെയാണ് ചെയ്യുന്നത് ഒരു പിടിയില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ആസ് ഫാർ ആസ് മൈ നോളജ് ഗോസ് നമുക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. ഇന്നാർക്ക് ഇന്നതേ ചെയ്യാം ഒന്നും പറയാൻ നമുക്ക് യാതൊരു അധികാരമില്ല. ചെയ്യുന്നതിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ ദാറ്റ് ഈസ് ക്വൈറ്റ് ഗുഡ്. ഫിലിമി ഫ്രൈഡേസിന് എല്ലാവിധ ഭാവങ്ങളും അതോടൊപ്പം പുതിയൊരു ബാലചന്ദ്ര മേനോൻ ചിത്രത്തിനായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അതെ, താങ്ക് യു വെരി മച്ച്. ഞാനൊരു കാര്യം പറയാം, അത് നിങ്ങളോടാണ്, അതായത് പ്രേക്ഷകരോടാണ്. ഞാൻ ഈ വിട്ടു തുറന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ നിന്ന് പറയുന്നതാണ്. അതും ആരെയും എന്താ പറയുന്നത് ഉദ്ദേശിച്ചോ, അതേ ഒരു ജഗതിയുടെ ഡയലോഗ് ഉണ്ടോ, ഇത് എന്നെ ഉദ്ദേശിച്ചാണ് മാത്രം, അതൊന്നുമല്ല, ഉദ്ദേശിച്ചാണെങ്കിലും നിർത്തിക്കൊണ്ട് പറയുന്ന ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയും കാലം ഈ 40 വർഷത്തിന് മീതെ എൻ്റെ പലവിധമായ ആക്ടിവിറ്റീസിന് നിങ്ങൾ പ്രേക്ഷകർ തന്നിട്ടുള്ള കറകളഞ്ഞ ആത്മാർത്ഥമായ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഫേസ്ബുക്ക് നമ്മുടെ മോദി റെഫർ ചെയ്തൊരു ഫേസ്ബുക്ക് വൈറലായി. അതിലെ കമൻറ്റുകൾ ആദ്യം വന്നൊരു കമൻറ്റ് കോഴിക്കോട് എന്ത് രസമാണെന്ന് ചോദിച്ചാൽ യജാതി മാർക്കറ്റിങ്ങാണ്. അതൊക്കെ ഹൃദയത്തിൽ നിന്ന് വരുന്ന കമൻറ്റാണ് എന്ന് പറയുന്ന പോലെ. ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഒരു ബാലേന്ദ്രൻ യൂട്യൂബ് ചെയ്താലും ബാലേന്ദ്രൻ ഫേസ്ബുക്കിൽ എഴുതിയാലും അതിനെ കളക്ക് ഉപരി അടിത്തട്ടിന് എത്ര കമൻറ്റ്സ് വരുന്നതെന്ന് അറിയാമോ? എന്നാണ് സാർ നിങ്ങളുടെ ഒരു സിനിമ കാണാൻ പറ്റുക? തീർച്ചയായിട്ടും എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാലം എനിക്ക് ദൈവം തന്നിട്ടുള്ള അറിയാവുന്ന നല്ലൊരു പണി എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ഞാൻ ആ സിനിമയുടെ പ്രാധാന്യം കുറച്ചിട്ടല്ല യൂട്യൂബിൽ വരുന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാരും കാണും, പുള്ളി ഇപ്പോൾ പടമൊന്നും ചെയ്യാത്തതുകൊണ്ട് യൂട്യൂബിൽ കയറി. അത് പറഞ്ഞോട്ടെ, അവർ പറയാമെന്നുള്ള ജോലിയാണ്, പറഞ്ഞ് തീർന്നോളൂ. ഞാൻ തീർച്ചയായിട്ടും സിനിമ എൻ്റെ ഉള്ളിൽ എന്നും ഉണ്ടാവും. അത് ഞാൻ നിങ്ങളെ ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ഒരു കപ്പിത്താൻ്റെ രീതി എന്ന് വെച്ചാൽ കപ്പൽ ഓടിക്കണം എന്നുള്ളത് തന്നെയാണ്. ഓടിക്കുക എന്നുള്ള അയാളുടെ ജോലിയാണ്. പക്ഷേ ആ അന്തരീക്ഷം നോക്കിയിട്ട് കാറും കോളും നോക്കുമ്പം എവിടെ അത് നമുക്ക് ആങ്കർ ചെയ്യണം,
എവിടെ നമ്മൾ നാവിഗേറ്റ് ചെയ്യുന്നത് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കാനുള്ള കോമൺ സെൻസ് ആയിട്ട് വേണം. അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇതിലേക്കൊന്ന് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ ഇന്ന് ഇദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളിലൂടെ ഞാൻ സത്യമായി നിങ്ങളിലേക്കാണ് കൂടുതലും വന്നത്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ വന്നു. ആ അനുഭവങ്ങളെല്ലാം ഇങ്ങനെ തിരത്തള്ളിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഫിലിമി ഫ്രൈഡേസിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 7 മണിക്ക് ഒരു അരമണിക്കൂർ സമയം, അരമണിക്കൂറൊന്നും ഇല്ല, 15-20 മിനിറ്റ് ഇത്രയേ ഉള്ളൂ, നമ്മളുമായിട്ടൊന്ന് കാണണം. അത് മറന്നു പോരുത്. ഓക്കെ, സീ യു.